Okay, good morning to all. Okay, the last few classes we have already discussed about that is basics of that is mass transfer, and after that we have discussed that is some problems on basic definitions, that is like mass concentration, molar concentration related problems we have discussed in last class. And today I am going to discuss about that is fixed law of diffusion. എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് മാസ് ഡിഫ്യൂഷൻ. എന്താണ് വാട്ട് ഈസ് ദാറ്റ്? മാസ് ഡിഫ്യൂഷൻ. ആക്ച്വലി in order to understand the mass diffusion, a transport process originating from molecular activity. Okay, so let us consider a chamber. Let us consider this is chamber A and this is chamber B. Okay, and chamber A, which consists of that is the concentration which consists of like some particles. That's somehow we have to say that this is a nitrogen. Okay, which consists of nitrogen. The holes which consist of nitrogen, and here then this one is consist of that is oxygen. Okay, which is separated by a membrane. Okay, അപ്പോൾ നമ്മളൊരു കമ്പാർട്ട്മെന്റ് വെച്ചിട്ട് നമ്മൾ രണ്ട് ഇതായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരെണ്ണത്തിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഹോൾസ് ആയിട്ട് കാണുന്ന നൈട്രജൻ ആണ്, നമ്മൾ അപ്പുറത്ത് കാണുന്ന ഡോട്ട്സ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എന്താണ് ഓക്സിജൻ ആണ്. നമ്മളൊരു പാർട്ടീഷൻ വെച്ച് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് സ്ഥലത്തും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് നമ്മൾ കൺസിഡർ കൊടുത്തിട്ടുണ്ടല്ലേ, എ ആണ് ഒന്ന് ബി ആണ്. ഓക്കെ, അങ്ങനെയാലും മതി. ഇനി രണ്ടിന്റെയും എന്താണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, പ്രഷറും കോൺസ്റ്റന്റ് ആണ്. രണ്ട് സ്ഥലത്തും ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, പതുക്കെ ആ പാർട്ടീഷൻ റിമൂവ് ചെയ്യാണ്. അപ്പൊ പാർട്ടീഷൻ റിമൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിവിടെ നോക്കുമ്പോൾ ലൈക്ക് ഇവിടെ കോൺസെൻട്രേഷൻ കുറവാണെന്ന് വെക്കാം. ഇപ്പൊ ഏത് സ്ഥലത്താണ് കോൺസെൻട്രേഷൻ കൂടുതലുള്ളത്? ഇപ്പൊ ചിലപ്പം ഈ സൈഡിൽ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, ഈ സ്ഥലത്ത് കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ സൈഡിൽ എന്താണ് എയുടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഈ സൈഡിൽ ബിയുടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പാർട്ടീഷൻ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എടുത്താലും എവിടെയാണോ കോൺസെൻട്രേഷൻ കൂടുതൽ, എവിടെയാണോ കോൺസെൻട്രേഷൻ കുറവെന്ന് ആദ്യം നമ്മൾ നോക്കുക. ഇനി എന്താ ഉണ്ടാവുക? കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലെത്തും. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ എന്നുള്ളത് എല്ലാ സ്ഥലത്തും എന്തോ ഒരുപോലെയോ. ഓക്കെ, അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ഇവിടെ നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്. കൺസിഡർ എ ചേംബർ ഇൻ വിച്ച് ടു ഡിഫറെന്റ് ഗ്യാസ് സ്പീഷ്യസ് എ ആൻഡ് ബി. നമ്മളൊരു ചേംബർ കൺസിഡർ ചെയ്തു. ഒരെണ്ണത്തിനകത്ത് എ എന്നുള്ളൊരു സ്പീഷ്യസ് ആണ്, ഒരെണ്ണത്തിനകത്ത് ബി എന്നുള്ളൊരു സ്പീഷ്യസ് ആണ്. ഇനി എന്താ പറയുന്നത്? അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ ഇനീഷ്യലി സെപ്പറേറ്റഡ് ബൈ പാർട്ടീഷൻ. രണ്ട് സ്ഥലത്തും എന്താണ്? പ്രഷറും ടെമ്പറേച്ചറും സെയിം ആണ്. ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഒരു പാർട്ടീഷൻ വെച്ച് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി എന്താ പറയുന്നത്? ദ ലെഫ്റ്റ് കമ്പാർട്ട്മെന്റ് ഹാസ് ഹൈ കോൺസെൻട്രേഷൻ. എന്താ പറയുന്നത്? ഈ സൈഡ് ലെഫ്റ്റ് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ സൈഡിലെ എന്താണ്? ഇവിടെ കോൺസെൻട്രേഷൻ ഹൈ ആണ്, ഇവിടെ എന്താണ്? കോൺസെൻട്രേഷൻ ഹൈ ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ലോ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ലോ ആയിരിക്കും. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇനി എന്താണ്? വെൻ ദ പാർട്ടീഷൻ വാൾ ഈസ് റിമൂവ്ഡ്, എന്ത് ചെയ്യുന്നു? ദ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് വിച്ച് ടെൻസ് ടു ഈക്വലൈസ് ദ കോൺസെൻട്രേഷൻ ഡിഫറൻസ്. എന്ത് സംഭവിക്കും? നമ്മൾ എന്ത് ചെയ്യും? ഈ പാർട്ടീഷൻ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊരു ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഹൈ ആണ്, സ്പീഷ്യസ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഹയർ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അതാണ് ഉണ്ടാവും. നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു ഇക്വിലിബ്രിയത്തിൽ എത്തും അല്ലേ? അവിടെ നമ്മൾ ഉണ്ടാവുന്ന എന്താണ്? മാസ് ട്രാൻസ്ഫർ ബൈ ഡിഫ്യൂഷൻ വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിക്രീസിംഗ് കോൺസെൻട്രേഷൻ ആൻഡ് സബ്സിക്വന്റ്ലി ദർ വിൽ ബി എ നെറ്റ് ട്രാൻസ്പോർട്ട് ഓഫ് സ്പീഷ്യസ് എ ടു റൈറ്റ് ഓഫ് ദ സ്പീഷ്യസ് ബി ടു ദ ലെഫ്റ്റ്. ഓക്കെ, എന്താ ഉണ്ടാവുക? എ എന്നുള്ളത് എന്ത് ചെയ്യും? എന്താ പറയണത്? എന്ത് ചെയ്യുന്നു? മാസ് ഡിഫ്യൂഷൻ ഉണ്ടാവും. ഡയറക്ഷൻ ഓഫ് ഡിക്രീസിങ് കോൺസെൻട്രേഷൻ ആണ്. ഹയർ നിന്ന് ലോവറിലേക്കാണ് കോൺസെൻട്രേഷൻ നമുക്ക് ഉണ്ടാവുക. ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക.
സബ്സീക്വന്റ്ലി എന്താ ഉണ്ടാവുക? നെറ്റ് ട്രാൻസ്പോർട്ട് ഓഫ് സ്പീഷ്യസ് എ, സ്പീഷ്യസ് എ എന്നുള്ളത് എന്നുണ്ടാവും? എ ടു ദ റൈറ്റും ആൻഡ് ഓഫ് സ്പീഷ്യസ് ബി ടു ദ എന്ത് ചെയ്യും? ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. നമ്മളിവിടെ നോക്കുമ്പോൾ കാണാം, ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ കോൺസെൻട്രേഷൻ എ ഹയർ ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് നേരെ ഓപ്പോസിറ്റിലേക്ക് മൂവ് ചെയ്യും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കോൺസെൻട്രേഷൻ ബി ഹയർ ആണ്. അതെന്ത് ചെയ്യും? ഇവിടെയാണ് ബി കോൺസെൻട്രേഷൻ കുറവ്, ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ ആണല്ലോ. കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ റീച്ച് ചെയ്യും. അപ്പൊ അവിടെ എന്തായിരിക്കും? യൂണിഫോം കോൺസെൻട്രേഷൻ ആവും ഇതിന്റെ എയും ബിയും. ഓക്കെ, അതാണ് മാസ് ഡിഫ്യൂഷൻ. അതാണ് ആക്ച്വലി ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തത്. ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് ഇവിടെ നമ്മൾ ഗവേൺ ചെയ്യുന്ന എന്താണെന്ന് അറിയോ? എക്സ്പെരിമെന്റിന് മോളിക്കുലാർ ഡിഫ്യൂഷന്റെ ഒരു ഇക്വേഷൻ ആണ് ഇതിനകത്ത് ഗവേൺ ചെയ്യുന്നത്. Observed through the experiment that molecular diffusion is governed by Fick's law, which is expressed as. അപ്പൊ ഇത് പറയുന്നത് എന്താണ്? എൻ എ പറയുന്നത് എത്രയേ ഉള്ളൂ? എൻ എ എന്താണെന്ന് അറിയൂ? മാസ് ഫ്ലക്സ് ഓഫ് സ്പീഷ്യസ് ആണ്. എൻ എന്ന് വെച്ചാൽ എന്താണ്? മാസ് ഫ്ലക്സ് ഓഫ് സ്പീഷ്യസ് ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുള്ളത് മുന്നേ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എം എ ബൈ എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എം എ ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയൂ? എം എ ബൈ എ എന്ന് വെച്ചാൽ എന്താണ്? A, the amount of species that transported per unit area. എന്ന് പറയുന്നത് എന്താണ്? amount of species that is transported per unit area ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, മാസ് ഫ്ലോ റേറ്റ് ഓഫ് സ്പീഷ്യസ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ആണ് എന്ത് ഉദ്ദേശിച്ചത്? എം എ ബൈ എ എന്നുള്ളത്. മനസ്സിലായോ? മാസ് ഫ്ലോ റേറ്റ് ഓഫ് സ്പീഷ്യസ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ആണ് എന്നുള്ളത് എം എ ബൈ എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറയുന്നത്? മൈനസ് ഡി എ ബി ഇൻറ്റു എന്താണ്? ഡി സി എ ബൈ ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഡി എ ബി. ഡി എ ബി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയൂ? ദാറ്റ് ഈസ് എ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ആണ് ഡി എ ബി. ഡി സി എ ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ ഡി സി എ എന്ന് വെച്ചാൽ എന്താണ് ഡി സി എ ബൈ ഡി എക്സ് എന്തായിരിക്കും? അത് കോൺസെൻട്രേഷൻ ആണ് അല്ലെ? കോൺസെൻട്രേഷൻ ഓഫ് സ്പീഷ്യസ് വിത്ത് റെസ്പെക്ട് ടു എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് വെച്ചാൽ എന്താണ്? മാസ് ഫ്രാക്ഷൻ ആണ് അല്ലെ? എന്താണ് ഇവിടെ ഒന്നും കൂടെ നമുക്ക് നോക്കിയിട്ട് വരാം. എന്താ നമ്മൾ പറഞ്ഞത്? എക്സ് എന്ന് വെച്ചാൽ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? എക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് അല്ല, മോൾ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, കൺഫ്യൂഷൻ തോന്നുകൊണ്ടാണ് ദാറ്റ് ഈസ് നോക്കിയത്. ഓക്കെ, ഇതാണ് എന്താ പറയുന്നത്? ഇതാണ് നമ്മുടെ ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. എന്താ പറയുന്നത്? എൻ എ ദാറ്റ് ഈസ് മാസ് ഫ്ലക്സ് ഓഫ് എ സ്പീഷ്യസ് എ, എം എ ദാറ്റ് ഈസ് ഈക്വൽ ടു എം എ ബൈ എ. ദാറ്റ് ഈസ് എ മാസ് ഫ്ലോ റേറ്റ് ഓഫ് സ്പീഷ്യസ് എ പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ആണ് എം എ ബൈ എ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി എ ബി ഇൻറ്റു ഡി സി എ ബൈ ഡി സി എക്സ്, ഡി സി എ ബൈ ഡി എക്സ്. ഡി എ ബി എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ മാസ് ഡിഫ്യൂസിവിറ്റി എന്ന് പറയും. ഓക്കെ, യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഡി സി എ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ആണ്, കോൺസെൻട്രേഷൻ ഓഫ് എ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ മോൾ ഫ്രാക്ഷൻ ആണ്. ഡി സി എ ബൈ ഡി എക്സ് പറയുമ്പോൾ മോൾ ഫ്രാക്ഷൻ ആണ്. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമ്മൾ ഈ എക്സ്പെരിമെന്റ് മനസ്സിലാക്കിയ ഒരു കൺക്ലൂഷൻ നമുക്ക് നോക്കാം. അപ്പൊ ഇനീഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ കോൺസെൻട്രേഷൻ എ എന്ന് വെച്ചാൽ ഹയർ ആണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ പ്രത്യേകത? ഈ സൈഡിൽ കോൺസെൻട്രേഷൻ എ ഹയർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോഴോ, ഇവിടെ കോൺസെൻട്രേഷൻ ബി ഹയർ ആണ്. ഇവിടെ കോൺസെൻട്രേഷൻ ബി ഹയർ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ സൈഡിൽ കോൺസെൻട്രേഷൻ എ ഹയർ ആണ്, ഇവിടെ കോൺസെൻട്രേഷൻ ബി ഹയർ ആണ്. ഇതിനകത്ത് വരുന്നതാണ്. ഇത് നമ്മൾ സംഭവം എന്ത് ചെയ്തേക്കാണ്? ഇവിടെ ഒരു പാർട്ടീഷൻ വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഇത് കണ്ടത്. ഇത് നമ്മൾ എന്ത് ചെയ്തു? പാർട്ടീഷൻ റിമൂവ് ചെയ്തു. പാർട്ടീഷൻ റിമൂവ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ ദാറ്റ് ഈസ് വിത്ത് ഡിഫറൻസ് ഓഫ് എന്താണ്? മോൾ ഫ്രാക്ഷൻ. ഡിഫറൻസ് ഓഫ് എന്താണ്? മോൾ ഫ്രാക്ഷൻ എന്ത് ചെയ്യുന്നു? എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് എ എന്നുള്ളത് എന്ത് ചെയ്തു? ഗ്രാജുവലി ഡിക്രീസ് ചെയ്തു. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ബി എന്നുള്ളത് എന്ത് ചെയ്തു? ഗ്രാജുവലി ഡിക്രീസ് ചെയ്തു. ഡിക്രീസ് രണ്ടും എന്തായി? ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലെത്തി. മനസ്സിലായോ? നമ്മൾ പാർട്ടീഷൻ റിമൂവ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? രണ്ടിന്റെയും കോൺസെൻട്രേഷൻ എന്തായി? സെയിം ആയി. ഓക്കെ, ഇതാണ് എന്താ ഉദ്ദേശിക്കുന്നത്? മാസ് ട്രാൻസ്ഫർ ബൈ ഡിഫ്യൂഷൻ ഇൻ എ ബൈനറി ഗ്യാസ് മിക്സ്ചർ. മാസ് ട്രാൻസ്ഫർ ബൈ ഡിഫ്യൂഷൻ ഇൻ എന്താണ്? ബൈനറി ഗ്യാസ് മിക്സ്ചർ. ഓക്കെ, ഇതാണ് കോൺസെപ്റ്റ്. ഇനി നമുക്ക് ഒരു കാര്യം പറയാം. ഡി സി എ ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഓഫ് എ സ്പീഷ്യസ് എ വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഈസ് ഇൻ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കണതെന്ന് അറിയോ? നെഗറ്റീവ് സൈൻ ഡിഫ്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഡിഫ്യൂഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാ? ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, കോൺസെൻട്രേഷൻ കൂടുതലുള്ള കൊടുത്തുനിന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ സാധാരണ നമുക്ക് എന്താ ഡിഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്?
എന്താണ് കോൺസെൻട്രേഷൻ അല്ലെ ഡിഫ്യൂഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നതാണ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്തല്ല, നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് സംഭവിക്കുന്നത്, ഡിഫ്യൂഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കണക്കാണിക്കുന്നത്, ദാറ്റ് ഈസ് നമുക്ക് നോക്കാം, ഇവിടെ കോൺസെൻട്രേഷൻ ഹയർ ആണ്, കോൺസെൻട്രേഷൻ ഹയർ ആണ്. അപ്പൊ ഈ പാർട്ടീഷൻ റിമൂവ് ചെയ്തപ്പോ എന്ത് ചെയ്തു, അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു, ഡിഫ്യൂഷൻ സംഭവിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു, കോൺസെൻട്രേഷൻ ഉണ്ടായതിന്റെ ഹയർ ആയിട്ടുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എന്ത് സംഭവിച്ചത്, ഡിഫ്യൂഷൻ സംഭവിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കുന്നത്. ഇനി അതേ സമയം തന്നെ ഡിഫ്യൂഷൻ റേറ്റ് ഓഫ് എ സ്പീഷ്യസ് ബി എന്ന് പറഞ്ഞാൽ എന്താ, എൻ ബി. എൻ ബി ഈക്വൽ ടു എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു എം എ ബൈ എ ആണ്. അപ്പൊ ഇവിടെ എന്താവും, എം ബി ഡിവൈഡഡ് ബൈ എ ആണ്. ദാറ്റ് ഈസ് എന്തായിരിക്കും, മാസ് ഫ്ലോ റേറ്റ് ഓഫ് സ്പീഷ്യസ് ബി ഇറ്റ്സ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. അതാണ് എന്ത് വരുന്നുണ്ടാവുക, എം ബി ബൈ എ വരുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് ഓഫ് ഡി ബി എ ഇൻറ്റു ഡി സി ബി ബൈ ഡി എക്സ്. മൈനസ് ഡി എ ബി എന്ന് പറഞ്ഞാൽ ഡി ബി എ എന്ന് പറഞ്ഞാൽ എന്താ, ഡി എ ബി. ഡി ബി എ എന്താണ്, ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ആണ് അല്ലെ, മാസ് ഡിഫ്യൂസിവിറ്റി എന്നും പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സി ബി എന്ന് വെച്ചാൽ എന്താ, കോൺസെൻട്രേഷൻ ഓഫ് സ്പീഷ്യസ് ബി ആണ്. ഡി എക്സ് എന്ന് വെച്ചാൽ എന്താണ്, മോൾ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ജനറലി നമ്മൾ പറയുന്നതാണ് ഡി. അതെന്താവാം, ഡി എ ബി ആവാം, ഡി ബി ആവാം, ഡി ബി എ ആവാം, ഡിപ്പെൻസ്. മെയിൻലി ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിനൊക്കെയാണ്, ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് കോമ്പണൻസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിനൊക്കെയാണ്, ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് നേച്ചർ ഓഫ് ദ കോമ്പണൻസ് ഓഫ് ദ സിസ്റ്റം. ഇനി നമുക്ക് ഇത് ഡിഫ്യൂഷൻ എങ്ങനെയാണ്, ഫിക്സ് ലോ എന്നുള്ളത്, ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ എങ്ങനെയാണ് അനലോഗസ് വരുന്നത്, ഒരു ചെറിയൊരു കാര്യം പറയാം. ഇതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ പ്രൊഫൈൽ വരുന്നുണ്ടാവുക. കോൺസെൻട്രേഷൻ പ്രൊഫൈൽ കണ്ടല്ലോ, ഈ ഗ്രാഫാണ് കോൺസെൻട്രേഷൻ പ്രൊഫൈല്. നമുക്കറിയാം കോൺസെൻട്രേഷൻ കുറയും തോറും നമ്മൾ നോക്കുമ്പോൾ എന്താണ്, കോൺസെൻട്രേഷൻ എന്താ ചെയ്യാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, മോൾ ഫ്രാക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ കൂടുന്തോറും കോൺസെൻട്രേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോൾ ഫ്രാക്ഷൻ കൂടുന്തോറും, മോൾ ഫ്രാക്ഷൻ ആണ് ഈ ലെങ്ത്, അപ്പൊ മോൾ ഫ്രാക്ഷൻ കൂടുന്തോറും എന്ത് സംഭവിക്കും, കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, എം എ ബൈ എ. ഇതാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എം എ ബൈ എ അറ്റ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് ഡി എ ബി ഇൻറ്റു ഡി സി എ ബൈ ഡി എക്സ്. ഓക്കെ, എന്താ പറയണത്, ഈ ഡി സി എ ബൈ ഡി എക്സ് പറയുന്നത് എന്താ, ഗ്രേഡിയന്റ് ആണ്. അത് പറയുന്നത് എന്താണ്, കോൺസെൻട്രേഷൻ. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ കുറയും തോറും എന്ത് ചെയ്യുന്നുണ്ടാവും, മോൾ ഫ്രാക്ഷൻ എക്സ് കുറയും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ എന്നുള്ളത്, അനലോഗസ് ആണ്. അനലോഗസ് ടു എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ അനലോഗസ് ടു ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്, ഫൊറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. കാരണം നമുക്ക് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എൻ എ ആണ് അല്ലെ. എൻ എ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, എം എ ബൈ എ ആണ്. എ എന്നുള്ളത് ഏത് വേണേ എടുക്കാം, മൈനസ് ഡി എ ബി ഇൻറ്റു എന്താണ്, ഡി സി എ ബൈ ഡി എക്സ് അല്ലെ. ഇത് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് നോക്കാം. ഫൊറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ എന്ന് പറയുന്നത് ക്യൂ ബൈ എ, എൻ എന്നുള്ളത് പകരം ക്യൂ ബൈ എ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. പക്ഷെ ഇവിടെ നമുക്കറിയാം, ഇവിടെ നമുക്ക് വരുന്ന കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് എവിടെ, ഫിക്സ് ലോ. പക്ഷെ ഇവിടെ ഫൊറിയർ ലോ ഓഫിൽ വരുന്നത് എന്താണ്, ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ആണ്. എന്താ വരുന്നത്, ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ആണ്. അതേസമയം ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റി അവിടെ വരുമ്പോൾ എന്താ വരുന്നുണ്ടാവുക, ദാറ്റ് ഈസ് ടൗ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നുണ്ടാവുക, മ്യൂ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. ടൗ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, മ്യൂ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെ. ചേഞ്ച് ഇൻ വെലോസിറ്റി റെസ്പെക്ട് ടു എന്താണ്, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ആണ് അല്ലെ. അപ്പോൾ കമ്പാരിസൺ, നമ്മൾ ഈ എല്ലാ ഇക്വേഷനും കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഫൊറിയർ ഇക്വേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്, ട്രാൻസ്പോർട്ട് ഓഫ് ഹീറ്റ് എനർജി ആണ്. ട്രാൻസ്പോർട്ട് ഓഫ് ഹീറ്റ് എനർജി ഡ്യൂ ടു എന്താണ്, ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്, ട്രാൻസ്പോർട്ട് ഓഫ് മൊമെന്റം ആണ്. ഡോ യു ബൈ ഡോ എന്ന മൊമെന്റം ആണ്. മൊമെന്റം ഡ്യൂ ടു എന്താണ്, വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. നമ്മൾ ഇവിടെ പറഞ്ഞ ഇത് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ആണ്, ഇത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് ഇവിടെ വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ന്യൂട്ടൺസ് ലോയിൽ വരുന്ന എന്താണ്, വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. ഇവിടെ ഡി യു ബൈ ഡി വൈ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് എ വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. ഓക്കെ, അപ്പോ ഫിക്സ് ലോ വൈൽ എന്താണ്, ഫിക്സ് ലോ ഡിസ്ക്രൈബ് എന്താണ്, മാസ് ട്രാൻസ്പോർട്ട് ഡ്യൂ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. എന്താ പറയുന്നത്, മാസ് ട്രാൻസ്പോർട്ട് ഡ്യൂ ടു എന്താണ്, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. നോക്കാം ഇനി എന്താണെന്നൊക്കെ നോക്കാം. നമുക്കറിയാം നമ്മൾ ഇനി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഡി ആണ്. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്താണ്, ഡി ഈക്വൽ ടു മൈനസ് എൻ ഡിവൈഡഡ് ബൈ ഡി സി ബൈ ഡി എക്സ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എൽ സ്ക്വയർ ബൈ ടി ആണ് വരെ, ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ യൂണിറ്റ് വരിക ഏതിന്റെ, ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ മാസ് ഡിഫ്യൂസിവിറ്റി. ഓക്കെ,
the unit of mass diffusion coefficient are identical to those of thermal diffusivity and എന്താണ് kinetic viscosity view and എന്താണ് diffusion coefficient is എന്താണ് transport property of the fluid. ഓക്കെ ആണല്ലോ. നോക്കാം ഇനി നമ്മൾ ഫർദർ നമ്മൾ പോകുന്ന എന്താണ് എനിക്ക് എങ്ങനെയാണ് കൊണ്ടുവരണത് നമുക്ക് നോക്കാം. ലെറ്റ് us കൺസിഡർ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താ കാര്യം? ഫിക്സ് ലോ എക്സ്പ്രസ് ചെയ്യുന്ന ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷറിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഫോർ സ്പീഷ്യസ് എ പി എ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് റോ ആർ ടി ആണ്. പി ഈക്വൽ ടു എന്താണ് റോ ആർ ടി. പി എ എന്ന് പറഞ്ഞാൽ എന്താ റോ എ ആർ എ ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ആർ എ നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാം. ആർ എ ഓക്കെ. ആർ എ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? എന്താ ആർ എ? ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് ആർ എ. അപ്പൊ ആർ എക്ക് പകരം നമുക്ക് കൊടുക്കാവുന്ന എന്താ ജി ഡിവൈഡഡ് ബൈ എം ആണ്. ആറിന് പകരം ജി ബൈ എം. സോ നമുക്ക് എങ്ങനെ എഴുതാം? റോ എ ഇൻറ്റു ജി ടി ബൈ എം എ. ജി ടി ബൈ എം എ. ഓക്കെ. ഇപ്പൊ പി എന്ന് വെച്ചാൽ പാർഷ്യൽ പ്രഷർ ഓഫ് സ്പീഷ്യസ് എ ആണ്. റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി ആണ്. ജി എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. എം എന്ന് വെച്ചാൽ മോളിക്കുലർ വെയിറ്റ് ആണ്. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോ എ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അടുത്തൊരു ഇക്വേഷൻ ആണ്. റോ എ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? സി എ. സി എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ എ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് അടുത്തൊരു ഇക്വേഷൻ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? പി എ ഇൻറ്റു എം എ ബൈ ജി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? കോൺസെൻട്രേഷൻ ഇക്വേഷൻ എന്താ? പി എ ദാറ്റ് ഈസ് സി എ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? പി എ ഇൻറ്റു എം എ ബൈ ജി ടി. രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ. അത് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ ഇത് നമ്മൾ എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ? സി എക്ക് പകരം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പി എ എം എ ബൈ ജി ടി എന്നുള്ളത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്? നമ്മൾ കോൺസെൻട്രേഷൻ നമ്മൾ ഫിക്സ് ലോയില് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഏതിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഫിക്സ് ലോയില് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പൊ അവിടെ ഒരു കാര്യം കൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സി എ ഈക്വൽ ടു എന്താണ്? പി എ ബൈ ജി ടി ആണ്. പി എ എം എ ബൈ ജി ടി ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. എൻ എ മാസ് ഫ്ലക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എം എ ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി എ ബി ഇൻറ്റു അത് നമ്മൾ എന്ത് ചെയ്തു? ഡി എക്സിന് പകരം ഡി എ ബൈ ഡി എക്സിനെ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്ത് ചെയ്തു? ഇത് അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡി സി എക്ക് പകരം എന്ത് ചെയ്തു? പി എ എം എ ബൈ ജി ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി എ എം എ ബൈ ജി ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ എ മാസ് ഫ്ലക്സ് എൻ എ ദാറ്റ് ഈസ് ഈക്വൽ ടു എം എ ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി എ ബി ഇൻറ്റു എം എ ഡിവൈഡഡ് ബൈ ജി ടി ഇൻറ്റു ഡി പി എ ബൈ ഡി എക്സ് ഇൻറ്റു എന്താണ്? ഡി പി എ ബി. സിമിലർലി എൻ ബി എന്ന് പറഞ്ഞാലോ മാസ് ഫ്ലക്സ് ഓഫ് സ്പീഷ്യസ് ബി എന്ന് പറഞ്ഞാലോ എം ബി ബൈ എ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ഡി എ ബി ഇൻറ്റു എം എക്ക് പകരം എന്ത് വരും? എം ബി ബൈ ജി ടി ഇൻറ്റു ഡി പി ബൈ ഡി എക്സ്. ഡി പി ബി ബൈ ഡി എക്സ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇത് നമ്മൾ സാധാരണ വാലിഡ് ആണ്. ഇതിനകത്ത് ഐസോതെർമൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ എന്താണ്? വാലിഡ് ആണ്. ഐസോതെർമൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോ ഒരു ചേംബർ നമ്മൾ എടുത്തു. അതിൽ നമ്മൾ രണ്ട് കോൺസ്റ്റുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് കോമ്പോസിഷൻ, രണ്ട് സ്പീഷ്യസ് ഉണ്ട്. ആ സ്പീഷ്യസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തേക്കുവാണ് ഒരു പാർട്ടീഷൻ വാൾ വെച്ച്. നമ്മൾ പാർട്ടീഷൻ വാൾ റിമൂവ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകും. അവിടെ എന്ത് ചെയ്യും? ഡിഫ്യൂഷൻ നടക്കും. അവിടെ ഈ ഇക്വേഷൻ എന്താണ്? അപ്ലിക്കബിൾ ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ. These are valid only when diffusion occurs. എവിടെ നമുക്കത് വാലിഡ് ആവുന്നത്? diffusion occurs due to concentration gradient. diffusion occur ആവുന്നത് concentration gradient വഴിയാണ്. and fail when diffusion occurs due to temperature gradient and pressure gradient and external force. മനസ്സിലായല്ലോ? ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒറ്റൊരു കോൺസെപ്റ്റിൽ മാത്രമാണ്. എവിടെയാണ് ഡിഫ്യൂഷൻ ഒക്കർ ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വഴിയാണ്. എന്താണ് ഡിഫ്യൂഷൻ ഒക്കർ ആവുന്നത്? ഡിഫ്യൂഷൻ ഒക്കേഴ്സ് വെൻ അല്ലെങ്കിൽ അറ്റ് എന്താണ്? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. കോൺസെൻട്രേഷൻ ഡ്യൂ ടു അല്ലെങ്കിൽ ഒക്കേഴ്സ് ഡ്യൂ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഓക്കെ. ഒക്കേഴ്സ് ഡ്യൂ ടു എന്താണ്? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഫിക്സ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ദ മാസ് ഓർ മോളാർ ഫ്ലക്സസ് ആർ മെഷേർഡ് റിലേറ്റീവ് ടു എന്താണ്? കോർഡിനേറ്റ്സ് which move with എന്താണ്? some average velocity of mixture. These equations become invalid in എന്താണ്? in the flux is expressed relative to a that is fixed set of coordinates. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ചൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് നമുക്ക് പറയാനുണ്ട്. അത് പറഞ്ഞ് നമുക്ക് സമപ്പ് ചെയ്യാം. ഫിക്സ് ലോ എന്നുള്ളത് പ്യുവർലി ബേസ്ഡ് ഓൺ എന്താണ്? എക്സ്പെരിമെന്റൽ എവിഡൻസ് ആണ്. എക്സ്പെരിമെന്റൽ എവിഡൻസിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തിരിക്കുന്നത്? ഫിക്സ് ലോ ഇരിക്കുന്നത്. ഒരിക്കലും എന്ത് ചെയ്തിട്ടുള്ള ഡിറൈവ് ചെയ്തിട്ടുള്ളതല്ല. ഒന്ന്.
രണ്ടാമത്തെ കാര്യം ഫിക്സ് ലോ ഈസ് വാലിഡ് ഫോർ ഓൾ മാറ്റേഴ്സ്. എല്ലാ മാറ്റേഴ്സിനും എന്താണ് ഇത് വാലിഡ് ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് അവിടെ മാറ്റർ അല്ല, മനസ്സിലായല്ലോ? സ്റ്റേറ്റ് അവിടെ കൺസിഡറബിൾ അല്ല, സോളിഡ് ആണോ ലിക്വിഡ് ആണോ എന്നുള്ളത്. മാറ്റർ ആണെങ്കിൽ കൺസിഡർ ആണ്, വാലിഡ് ഫോർ ഓൾ മാറ്റേഴ്സ്. ഓക്കെ, നമുക്കറിയാം മാസ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ബിസൈഡ്സ് എന്താണ്, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ്. മേ ഒക്കർ ഡ്യൂ ടു എന്താണ്, ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്, പ്രഷർ ഗ്രേഡിയന്റ് ഓർ എക്സ്റ്റേണൽ ഫോഴ്സ്. ഹൗവർ വൈൽ അപ്ലൈയിങ് ഫിക്സ് ലോ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് എന്താണ്, ദ അഡീഷണൽ എഫക്ട്സ് ആർ ഐദർ ആബ്സെന്റ് ഓർ നെഗ്ലിജിബിളി സ്മോൾ. അതുപോലെ തന്നെ നമുക്കറിയാം the movement of a diffusion substance is in direction of എന്താണ്, ഡിക്രീസിങ് കോൺസെൻട്രേഷൻ ആണ്, ഡിക്രീസിങ് കോൺസെൻട്രേഷൻ ആണ്, നമ്മൾ നേരത്തെ പഠിച്ചു. അതുപോലെ തന്നെ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ജനറൽ ഈസ് ഡിപ്പെൻഡ്സ് ഓൺ എന്താണ്, ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് നേച്ചർ ഓഫ് ദ സിസ്റ്റം ഓഫ് എ കോമ്പണന്റ്. ഓക്കെ, ഫോർ ഐഡിയൽ ഗ്യാസ് ആൻഡ് ഡൈല്യൂട്ട് ലിക്വിഡ്സ് ഇറ്റ് ക്യാൻ ബി അസ്യൂംഡ് ടു റിമൈൻ എന്താണ്, പ്രാക്ടിക്കലി കോൺസ്റ്റന്റ് ഫോർ ഗിവൻ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ ആണ്. അപ്പൊ ഇതൊരു ചിലപ്പോൾ നമുക്കൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു 7 മാർക്ക് വരെ ഈ ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വരുന്നതിനനുസരിച്ച് ഈ ഒരു ചെറിയൊരു കാര്യം, കോൺസെപ്റ്റ് എന്താണ്, നമ്മുടെ അതിന്റെ ഒരു എക്സ്പെരിമെന്റ്, അതിന് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് അത് പറയുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു NA ദാറ്റ് ഈസ് ഈക്വൽ ടു MA ബൈ A ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് DAB DCA ബൈ DX. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. നമുക്ക് ഡാറ്റ ബുക്കിനകത്തും ഇക്വേഷൻ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇതൊന്നും ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.